ആയുർവേദത്തിലൂടെ നിങ്ങളുടെ ശരീരവണ്ണം കൂട്ടാൻ സാധിക്കുമോ? വെറും ഒരു ചെറുപയർ കൊണ്ട് നിങ്ങളുടെ ശരീരവണ്ണം കൂട്ടാൻ സാധിക്കുമോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കുമല്ലയോ? ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആയുർവേദത്തിലൂടെ നിങ്ങളുടെ ശരീരവണ്ണം കൂട്ടാൻ സാധിക്കുന്ന കുറച്ച് കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ മെലിഞ്ഞുണങ്ങി നമുക്ക് ശരീരത്തിനൊരു ഷേപ്പും ഇല്ലാതിരുന്നാലോ നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയും ഉണ്ടാവില്ല. ശരീരത്തിന് ആവശ്യമുള്ള വണ്ണം വേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ തന്നെ വളരെ കൂടിയാലോ വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ഈക്വൽ രീതിയിൽ നിൽക്കേണ്ടത് നമ്മുടെ വളരെ അത്യാവശ്യമാണ്, പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആയുർവേദത്തിലൂടെ ശരീരവണ്ണം കൂട്ടാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാണ് വേണ്ടത് കേട്ടോ. അത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആയുർവേദത്തിലൂടെ നിങ്ങളുടെ ശരീരവണ്ണം കൂട്ടാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ആഹാരത്തിലൂടെയാണ് നമ്മുടെ ശരീരവണ്ണം കൂട്ടേണ്ടത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് പറയാൻ കേട്ടോ. നമ്മുടെ ശരീരവണ്ണം കൂട്ടുന്നതിന് മെയിൻ പങ്ക് വഹിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ല രീതിയിൽ ഡൈല്യൂഷൻ നടന്നാലേ നമ്മുടെ ശരീരത്തിലേക്ക് അത് പ്രയോജനം ചെയ്യുകയുള്ളൂ. അതിന് നമ്മൾ വാരി വലിച്ചല്ല ആഹാരം കഴിക്കേണ്ടത്. അതിന് ഒരു ചിട്ടയായ സമയം വെച്ച് വേണം നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. വാരി വലിച്ചാലോ നമ്മുടെ ശരീരത്തിൽ അത് പ്രയോജനമോ ഒന്നും ചെയ്യുക പോലും ചെയ്യില്ല. ചിട്ടയായ രീതിയിൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. ഞാൻ ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് ലാസ്റ്റ് പറയാം. ആദ്യം നമ്മുടെ ശരീരത്തിൽ അകത്ത് കഴിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമുക്ക് ബദാം ഒരു ദിവസം 5 എണ്ണമെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫാറ്റ് കൂട്ടാനും വണ്ണം കൂട്ടാനുമായിട്ടൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഒരു അങ്ങാടിയിൽ നിന്ന് മേടിക്കേണ്ട ഒരു സംഭവമാണ് അമക്കുരു നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരവണ്ണം കൂട്ടാനായിട്ട് സാധിക്കും. അത് അമക്കുരു നമ്മൾ പാലിലോ നമ്മൾക്കല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിനകത്ത്, അതായത് ചൂടുവെള്ളത്തിലോ ചേർത്ത് നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ശരീരവണ്ണം കൂട്ടാനായിട്ട്, ശരീരപുഷ്ടി നിലനിർത്താൻ, ശരീരപുഷ്ടി ഉണ്ടാക്കാനുമായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അമക്കുരു. ഇത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതായി പറയുന്നത് ആയുർവേദത്തിൽ പറയുന്ന വേറൊരു കാര്യമാണ് നേത്രപ്പഴം, അതായത് നമ്മുടെ ഏത്തയ്ക്ക നമ്മുടെ ശരീരവണ്ണം കൂട്ടാനായിട്ടും നമ്മുടെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഏത്തയ്ക്ക നിങ്ങൾക്ക് നെയ്യിൽ ഇത് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വെയിറ്റ് വളരെയധികം കൂട്ടാനായിട്ട് സഹായിക്കും. ഇത് നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും 2 നേരമെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരവണ്ണം കൂട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഏത്തയ്ക്ക നിങ്ങൾക്ക് പുഴുങ്ങിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഏത്തയ്ക്കാപ്പം ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുന്നതുകൊണ്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ശരീരവണ്ണം വെക്കുന്നതിന് വളരെയധികം നല്ലൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ഈത്തപ്പഴം ഡേറ്റ്സ്, ഈത്തപ്പഴം നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വെയിറ്റ് കൂട്ടാനും നമ്മുടെ ശരീരത്തിൻ്റെ കൂട്ടുന്നതിനൊക്കെ പെട്ടെന്ന് തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടത് നമ്മുടെ ഈത്തപ്പഴം റെഗുലറായിട്ട് ഒരു ദിവസം ഒരു 3-4 എണ്ണം നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് വളരെയധികം നല്ലതാണ്. ഈത്തപ്പഴം ഈ പറഞ്ഞൊരു രീതിയിൽ നിങ്ങളൊരു ചെറിയൊരു സംഭവം ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ വണ്ണം കൂടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. 100 ഗ്രാം ഈത്തപ്പഴം, പിന്നെ 50 ഗ്രാം നമ്മുടെ എള്ള്, 10 ഗ്രാം ശർക്കര, ഒരു 3-4 കഷ്ണം ചുക്ക്, ഇത്രയും കൂടി നല്ലതുപോലെ പൗഡറാക്കി മിക്സാക്കി ലഡുവിൻ്റെ പരുവത്തിലാക്കി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും ശരീരത്തിൻ്റെ വണ്ണം വെക്കാനും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർക്ക് വരെയും ഈ ഒരു കാര്യം കഴിക്കാവുന്നതാണ്. ഇനി അടുത്തതായി പറയുന്നത് ചെറുപയർ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് വളരെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ചെറുപയർ നിങ്ങൾക്ക് മുളപ്പിച്ച് വേണമെങ്കിൽ കഴിക്കാം. ചെറുപയർ പുഴുങ്ങി അത് ശർക്കരയുമായി ചേർത്ത് കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ വണ്ണം കൂട്ടുന്നതിന് വളരെയധികം പെട്ടെന്ന് തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നത് ഉഴുന്ന് നമ്മുടെ ശരീരവണ്ണം കൂട്ടാൻ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. എല്ലാവരും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ അത് ഇനി വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കരുത്. ഉഴുന്ന് അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങൾ റെഗുലറായി കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരവണ്ണം നല്ലതുപോലെ കൂട്ടാനായിട്ട് സാധിക്കും. ഉഴുന്ന് വെച്ച് ഇഡ്ഡലിയൊക്കെ ഒന്നുണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്ക്. നിങ്ങൾക്ക് നല്ലതുപോലെ വെയിറ്റ് വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സഹായിക്കും.
ഇനി അടുത്തതായി പറയുന്നത് ഒരു ലേഹ്യമാണ്. ഇത് അങ്ങാടിക്കടകളിലൊക്കെ കിട്ടും. രക്തചൂർണം എന്ന് പറയുന്ന ലേഹ്യം. രക്തചൂർണം എന്ന് പറയുന്ന ഈ ഒരു ലേഹ്യം നിങ്ങൾക്ക് കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ വണ്ണം നല്ലതുപോലെ കൂട്ടാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം പ്രസവത്തിന് ശേഷമാണെങ്കിലോ, ഇപ്പം നിങ്ങളൊരു 13 വയസ്സുള്ള കുട്ടിയാണെങ്കിലോ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കും. കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെയും ഈ ഒരു കാര്യം രക്തചൂർണം എന്ന് പറയുന്ന ഈ ഒരു ലേഹ്യം കഴിക്കാവുന്നതാണ്. ഈ ഒരു ലേഹ്യം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. പാല് നല്ലതുപോലെ തിളപ്പിച്ച് പാട മാറ്റാതെ തന്നെ പഞ്ചസാര ചേർത്ത് കുടിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിന് നല്ലതുപോലെ വെയിറ്റ് വെക്കുന്നതിന് സഹായിക്കും. ഇനി അടുത്തത് പറയുന്നത് നെയ്യ് ഉൽപ്പന്നങ്ങൾ വാരി വലിച്ച് കഴിക്കാനല്ല പറഞ്ഞത്. മിതമായ രീതിയിൽ നെയ്യ് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ വെയിറ്റ് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. പറയുന്നത് മുതിര, കടല എന്നിവ നിങ്ങൾ റെഗുലറായി കഴിക്കുന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമുന്തിരിങ്ങ, ആ ഒരു 50 ഗ്രാം ഉണക്കമുന്തിരിങ്ങ നിങ്ങൾ മേടിച്ച് വെക്കുക. അതിൽ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ട് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ വെള്ളത്തിൽ അത് ഇട്ടിട്ട് അത് പിഴിഞ്ഞ് ആ വെള്ളവുമായി കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറൊക്കെ ഒന്ന് തണുക്കുകയും നമുക്ക് ശരീരത്തിന് എന്ത് കഴിച്ചാലും അത് ഗുണം കിട്ടുകയും ഒക്കെ സഹായിക്കുകയും കൂടി ചെയ്യും. ഇനി ആയുർവേദ കടകളിൽ കിട്ടുന്ന വേറൊരു സംഭവമാണ് ശതാവേരി പൗഡറൊക്കെ നമ്മൾ അങ്ങാടി കടകളിലൊക്കെ കിട്ടും. ചിലപ്പോൾ 50 ഗ്രാം 100 ഗ്രാം എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് നിങ്ങൾ ദിവസേന 1 സ്പൂൺ പാലിൽ ചാലിച്ച് ദിവസവും കുടിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരവണ്ണം കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി അടുത്തതായി പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല, അതായത് കപ്പലണ്ടി എന്നൊക്കെ പറയാറില്ലയോ, അത് പൊളിക്കാത്ത കപ്പലണ്ടി ഉണ്ടല്ലോ, ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ആ കപ്പലണ്ടി നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരം നല്ലതുപോലെ വണ്ണം വെക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. നല്ലപോലെ വണ്ണം വെക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതുപോലെ ഒരു ഉണർവ് വേണ്ടേ. അതിന് തേച്ച് കുളി നല്ലതുപോലെ ശരീരത്തൊക്കെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത്, തേങ്ങാപ്പാലില്ലേ വീട്ടിലൊക്കെ, അത് തേങ്ങാപ്പാൽ എടുത്തിട്ട് ശരീരമൊക്കെ ഒന്ന് തേച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എണ്ണയുണ്ടല്ലോ, നമ്മുടെ ശുദ്ധമായ എണ്ണയോ നെയ്യോ എന്തായാലും അത് തേച്ച് ശരീരം മൊത്തം ഒന്ന് തേച്ച് ഒന്ന് മസാജ് ചെയ്തിട്ട്, ആരുടെയും സഹായം വേണ്ട, നിങ്ങൾ സ്വന്തമായി തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് കുളിച്ച് നോക്കൂ. നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു ശരീരം നല്ലതുപോലെ വെയിറ്റ് വെക്കാനായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ സഹായിക്കുകയും കൂടി ചെയ്യും. കഴിച്ചാൽ തന്നെയും നമുക്ക് മെയിനായിട്ട് ഒരു കാര്യം വേണം, ടെൻഷൻ ഫ്രീ വേണം. നമ്മുടെ മൈൻഡ് ടെൻഷൻ ഫ്രീ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു 8 മണിക്കൂറെങ്കിലും നിങ്ങൾ നല്ലതുപോലെ കിടന്ന് ഉറങ്ങണം, നമ്മൾ കഴിച്ച ആഹാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്ത് പിടിക്കുന്നതിന് വേണ്ടി. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ദഹന പ്രക്രിയ നടന്നാലേ നമ്മുടെ ഈ കഴിക്കുന്ന ആഹാരങ്ങൾ ശരീരത്തിൽ പിടിക്കുകയുള്ളൂ. ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ഒരു സിമ്പിൾ കാര്യമാണ് പറയുന്നത്. പിന്നെ 1 സ്പൂൺ ഇഞ്ചി നീര്, ഒരു 2-3 കുരുമുളക് പൊടിച്ചത്, ഇത് 3ഉം കൂടി ചേർത്തിട്ട് വെറും വയറ്റ്, അതായത് നമ്മൾ രാവിലെ എണീക്കത്തില്ല, വെറും വയറ്റിലൊന്ന് കഴിച്ച് നോക്ക്. നമ്മുടെ വയറ് ശുദ്ധിയാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ നമ്മുടെ ശരീരത്ത് അത് പിടിക്കുകയും കൂടി ചെയ്യും. ഈ പറയുന്ന കാര്യം നല്ലതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിന് ഉള്ളിൽ ചെന്ന് അത് നമുക്ക് വെയിറ്റ് വെക്കാനായിട്ട് സഹായിക്കും. അതായത് ഇതൊരു ഡയലൂഷൻ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ഇന്ന് പറഞ്ഞ ആയുർവേദപരമായിട്ടുള്ള ശരീരം വണ്ണം വെക്കാൻ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് കമൻറ്റിലൂടെ ഒന്ന് ചോദിക്കട്ടോ, ഞാനത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് ഒരു ഈച്ച ഒന്ന് ഡിസ്റ്റർബ് ചെയ്തു, അതുകൊണ്ട് ചെറിയതായിട്ട് എനിക്കൊരു ഡിസ്റ്റർബായിട്ടുണ്ടായിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.